കിട്ടുന്ന കാശ് മൊത്തം പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തിട്ട്. ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ യൂട്യൂബിലൊക്കെ ഇവൻ്റെ വേടൻ ഭയങ്കര സംഭവം, ഫേസ്ബുക്കിലൊക്കെ വേടൻ, ആന്ധ്രയിൽ വേടൻ. പോ, ഇവൻ ആരുടെ ഇവൻ? കർണാടകത്തിൽ വേടൻ. അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സംഭവമാണ് ജയ് ശ്രീറാം. ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ വാക്കിനെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം കത്തുമെന്നുള്ളത് ഇവനറിയാം. അപ്പോൾ വേടൻ്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താ പറയേണ്ടത് ഇതിന്? എന്താണ് പറയേണ്ടത്? റൈസ് ഓഫ് എ സ്റ്റാർ എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ ഗതികേട്, പിന്നെ രാഷ്ട്രീയം, പിന്നെ അത് നാണക്കേട് എന്ന് വേണേലും പറയാം. ഇപ്പോൾ നാണക്കേടെന്നൊക്കെ പറഞ്ഞു കളയുമ്പോൾ എന്നെ ഒന്ന് തെറി വിളിക്കും ആൾക്കാർ. ഞാൻ സംഖ്യയാടാ ഇവൻ, ഞാൻ സംഖ്യയല്ല, കൊങ്കിയല്ല, കമ്മിയല്ല, പിന്നെ ഒരു കോപ്പുമല്ല. ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ്. എന്താണ് വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? എന്താണ്? അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഈ അടിച്ചമർത്തൽ? എന്താണ്? എവിടെയാണ് അടിച്ചമർത്തുന്നത്? എവിടെയാണ്? ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പോലീസിലായാലും ആർമിയിലായാലും നേവിയിലായാലും. ഇത് എൻ്റെ വ്യൂസ് കൂടുകയാണെങ്കിൽ ഇത് കോൺട്രവേഴ്സി ആവും. കാരണം ഞാൻ ആർമി നേവിയൊക്കെ പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് മനുഷ്യനുള്ള സ്ഥലത്തെല്ലാം ഉണ്ട്. ആർമിയിലൊക്കെ കുറവാണ്, എന്നാലും ഉണ്ട്. താൻ ആ ജാതിയാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വേടെന്ന് പറയുന്ന ഈ വേട്ടാവെളിയൻ, ഞാൻ അവനെ അങ്ങനെ തന്നെ വിളിക്കും. കഞ്ചാവ് കേസിൽ അകത്തു വന്നു, പിന്നെ വന്നിട്ട് ഗവൺമെൻറ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നു, പിന്നെ അവിടെ കോൺട്രവേഴ്സി ഇവിടെ കോൺട്രവേഴ്സി, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതാ യൂണിവേഴ്സിറ്റി സിലബസിൽ MAക്കോ BAക്കോ ഇതൊക്കെയാണ് പഠിക്കേണ്ട ഗതികേട്. ഒരു അപരാധിച്ച മോൻ എന്നൊക്കെ വേണേൽ പറയാം അവനെ. വന്നിട്ട് പറയാണ് ജയ് ശ്രീറാം എന്ന് പറയുന്ന വിളി അത് കേൾക്കുന്നത് ആരെങ്കിലുമൊക്കെ കൊല്ലുന്നതിന് മുമ്പാണ്. രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ നെഞ്ചത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടു. കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ല, അത് ഒരു ദളിതന്റെ. എന്താ പാടായത്? എന്ത് പൊട്ടത്തരവാടായി പറയുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ എത്ര മറ്റേ BJPക്കും RSSനും എതിര് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനും വന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയില്ല. എന്ത് മണ്ടത്തരമാണ്. പക്ഷേ ബുദ്ധിമാന, ഞാനിപ്പോൾ മണ്ടത്തരം എന്ന് പറഞ്ഞാലും റീച്ചിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത്. നാളെ നിങ്ങൾ നോക്കിക്കോ, ഇത് ഒരു മഹാസംഭവമായിരിക്കും. മഹാസംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര, ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൻ ചിലപ്പോൾ വന്ന് മാപ്പൊക്കെ പറഞ്ഞെന്ന് വരും. എന്ത് വക അപരാധമാണ് ഈ വന്ന് വിളിച്ചു പോയിട്ട് പോകുന്നത്? ജയ് ശ്രീറാം എന്നുള്ള വിളി ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പാണ് അത് കേൾക്കുന്നതെന്ന്. എനിക്ക് പല തെറിയാണ് വരുന്ന വായിൽ. ഈ റാപ്പ് എന്ന് പറയുന്ന സംഭവം വലിയ പുണ്യ സംഭവം ഒന്നല്ല. ഇതിനെ എടുത്ത് തലയിൽ കയറ്റി വെക്കേണ്ട ഒരാവശ്യമില്ല കേരളത്തിൽ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഈ റാപ്പ്, മറ്റേത് ഡിസ്കോ, ഈ സാധനങ്ങളെയൊക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തും. എന്നാൽ നമ്മുടെ പിള്ളേർ വെളി രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്, ഇവിടെയൊക്കെ പോകാറുണ്ട്, റാപ്പ് കേൾക്കാറുണ്ട്. അതൊക്കെ ഒരു കൂളായിട്ടാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ കൂൾ എന്നുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഈ റാപ്പ് ഉണ്ടായ സ്ഥലങ്ങളിൽ പോലും, ഇപ്പോൾ അമേരിക്കയിൽ ഇത് ഭയങ്കര ഫേമസ് ആണല്ലോ. അമേരിക്കയെ പോലും റാപ്പ് എന്ന് പറയുന്നത് ഒരു 3rd ഗ്രേഡ് പരിപാടിയായിട്ടാണ് കാണുന്നത്. കാരണം ഇതിനൊരു നിലവാരം ഉണ്ടാവില്ല. ഇതിലുള്ള ആൾക്കാർക്കും നിലവാരം കുറവാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ഇത് പാടുന്ന ആൾക്കാർക്കും ഇവർക്കൊക്കെ ഒരു നിലവാരം കുറവാണ്. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ തലയിൽ പൊക്കി ഒഴിച്ച് ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ ഇവൻ്റെ പാട്ട്, അത് ആരുടെ പാട്ടിൻ്റെ ഒപ്പമാണ്? മൈക്കിൾ ജാക്സൻ്റെ പാട്ടിൻ്റെ ഒപ്പം. അപ്പോൾ പറയും, മൈക്കിൾ ജാക്സൺ വെളിയിൽ നിന്ന് ഒരുത്തൻ പാടിക്കഴിഞ്ഞാൽ നീയൊക്കെ അവനെ അംഗീകരിക്കൂടാ, നിനക്കൊക്കെ അസൂയാടാന്നൊക്കെ പറയും. എനിക്ക് അസൂയയില്ല, ഒരു മയിലുമില്ല. എന്ത് വക ഊളി വർത്താനാണ് ആ ചെക്കൻ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് നിങ്ങൾ തന്നെ കേട്ടല്ലോ.
ജയ് ശ്രീറാം എന്നുള്ള ഇത് സംഭവം ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഇവൻ കോൺട്രവേഴ്സി ഉണ്ടാക്കുക. ഇവൻ അറിവില്ലാത്തൊന്നുമല്ല. കുറച്ചാൾ മുമ്പേ വന്നിട്ട് ഒലിവിൻ്റെ ചില്ല ഇവിടുത്തെ മുതിർന്ന രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല. ആരെക്കുറിച്ചാണ്? യാസർ അറാഫത്തിനെ കുറിച്ച്. യാസർ അറാഫത്ത് അങ്ങ് UN-ൻ്റെ യാസർ അറാഫത്ത് ഒരു മഹാനാണെന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര സംഭവമാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്ത് ഒരു മഹാനായിരുന്നെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ ഈ നിലയിൽ കിടക്കില്ല. അതാണ് യാഥാർത്ഥ്യം. യാസർ അറാഫത്ത് ഒരു തെണ്ടിയാണ്. യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അവന് പവർ വേണം, അവന് എല്ലാം പിടിച്ചു വെക്കണം, അവന് മറ്റേ കാശ് വേണം, പെണ്ണ് വേണം, കള്ള് വേണം, മറ്റേ എല്ലാ പരിപാടിയും വേണം. അതാണ് യാസർ അറാഫത്ത്. അല്ലാതെ യാസർ അറാഫത്ത് ഒരു പുണ്യാളനൊന്നുമല്ല. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് വിവരം കുറവാണ്, വിദ്യാഭ്യാസം കുറവാണ്. ഇതുപോലത്തെ ഈ യാസർ അറാഫത്ത് പോലത്തെ ലീഡേഴ്സ് വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ ചെറിയ പിള്ളേർ മുതലേ ഇങ്ങനെ കേട്ട് വളരുന്ന. അതാണ് നമ്മുടെ നാട് പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിൽ നിന്നുള്ള നല്ലത് നമ്മൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവിടെ അതല്ല. അവിടെ എന്ന് പറഞ്ഞാൽ സർവാധികാരം എന്ന് പറയുന്ന സംഭവമാണ്. സർവാധികാരി, നീ ഇത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, നീ ഇത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് പിള്ളേർക്ക് വേറെ ഉള്ള കാര്യങ്ങളിലൊന്നും വിവരവും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ പോവുകയും അവർ 10 വയസ്സിൽ 5 വയസ്സിലൊക്കെ തോക്കെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും മികച്ച കാര്യം, ഏറ്റവും മഹത്തായ കാര്യം, ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാണ്, ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ വേടൻ എന്ന് പറയുന്ന ഈ ഉളി ഇപ്പോൾ വന്നിട്ട് ഈ ജയ് ശ്രീറാമിൻ്റെ കാര്യം പറഞ്ഞു. ജയ് ശ്രീറാമിൻ്റെ കാര്യം ഞാൻ പിന്നെയും പറയാം. ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ആ വാക്കിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ വാക്കുണ്ട്. അല്ലാഹു അക്ബർ ഈ ടെററിസ്റ്റിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കഴുത്തൊക്കെ അറക്കുന്ന സീനൊക്കെ. ഈ കഴുത്തൊക്കെ അറക്കുന്നതിന് മുമ്പ് ഇവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വെടിവെക്കും. മറ്റേ മുകളിലോട്ട് നോക്കി വെടിവെക്കുകയും കടന്ന് അടിക്കുകയും. ഇതൊക്കെ ഈ പലസ്തീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. കുറേയൊക്കെ ദായേഷും ISIS-ഉം ഇവരൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാകിസ്ഥാനിലും അത് കുറേ കാലമായിട്ട് അത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ഈ ഉളി. ജയ് ശ്രീറാം എന്നുള്ള വാക്ക് എവിടെയോ ചില ഹിന്ദു ടെററിസ്റ്റ്, ഹിന്ദുസിലും ടെററിസ്റ്റ് ഉണ്ട്, ഹിന്ദുസിൽ ടെററിസ്റ്റ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചില ഹിന്ദു ടെററിസ്റ്റ് എവിടെയോ ചില ക്രിസ്ത്യാനി മറ്റേ സിസ്റ്റർമാരെയും പിന്നെ ചില മുസ്ലിം സഹോദരങ്ങളെയും ഒക്കെ കൊല്ലുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനു മുമ്പേ ഈ ഊളന്മാർ ഈ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ആ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നത് ജയ് ശ്രീറാം എന്നുള്ള വാക്ക്, ആ ഒരു 3 വാക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരാളെ കൊല്ലുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ നിനക്ക് ഒന്നെങ്കിൽ വിവരമില്ല, നീ ഒന്നെങ്കിൽ ലോക പൊട്ടനാണ്, അല്ലെങ്കിൽ നീ ഏറ്റവും ബുദ്ധിമാനാണ്. നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇൻ്റർനാഷണൽ റേഞ്ചിൽ, ഇൻ്റർനാഷണൽ അല്ല ഇന്ത്യൻ മീഡിയയിൽ ഫുള്ളായിട്ട് ഇത് നാളത്തോടെ ഇത് കത്തും. അതിനു വേണ്ടി ചെയ്താണ് ഈ ചെറ്റൻ തന്നെ പറയണം ഇവനെ. അല്ലാതെ എന്താ പറയേണ്ടവന്? ഇവന് എന്താണ് ഇവന് പ്രൊമോഷൻ? ഇവനെ പ്രൊമോട്ട് ചെയ്ത് ഇവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനോ? എന്താണ്? ഒരു റാപ്പ് സ്റ്റാർ എന്ന് പറയുമ്പോൾ, ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഇവൻ എന്താ ചെയ്ത ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്? വന്ന് തള്ളിയിട്ട് പോകുന്നുണ്ട്. മറ്റേ എന്തോ അംബേദ്കറിൻ്റെ പേരിൽ കുറേ സർവകലാശാല, കുറേ യൂണിവേഴ്സിറ്റിയും കോളേജും ഒക്കെ ഇവൻ്റെ കയ്യിൽ കാശ് വന്നു കഴിയുമ്പോൾ ഇവൻ ഉണ്ടാക്കുമെന്ന്. എടാ അതിന് കഴിഞ്ഞാൽ തെറിയായി പോകും. ആദ്യം പോയി 4 പേർക്ക് കുടിക്കാൻ വെള്ളവും കുറച്ച് ഭക്ഷണവും വാങ്ങിച്ചു കൊടുക്കും. നിൻ്റെ കയ്യിൽ കുറേ കാശുണ്ടല്ലോ, കാശ് കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ, അങ്ങനെ വല്ലതൊക്കെ ചെയ്യും. അല്ലാതെ കിട്ടുന്ന കാശ് മൊത്തം പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തിട്ട്, ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ യൂട്യൂബിലൊക്കെ ഇവൻ്റെ വേടൻ ഭയങ്കര സംഭവം, ഫേസ്ബുക്കിലൊക്കെ വേടൻ, ആന്ധ്രയിൽ വേടൻ. ഇവൻ ആരുടെ ഇവൻ? കർണാടകത്തിൽ വേടൻ. അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സംഭവമാണ് ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ വാക്കിനെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം കത്തുമെന്നുള്ളത് ഇവനറിയാം. ഈ തെറിയാണ് വരുന്നത് സത്യത്തിൽ. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൻ വന്നിട്ട് കുറച്ച് കാലം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഒലിവിൻ്റെ ചില്ല, ഒരു ഒലിവ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഓലിവ്സ് ആണ് അതിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ, ഓലിവ് ആണ്. അതുപോലും പറയാൻ അറിയാത്ത ഈ ചെറ്റ വന്നിട്ട് പറയാണ് ഒലിവിൻ്റെ ചില്ല, അതായത് ഓലിവിൻ്റെ ബ്രാഞ്ച്, ഒരു ചെറിയ ഒരു പീസ് ബ്രാഞ്ചും കൊണ്ട് യാസർ അറാഫത്ത് അങ്ങ് UN-ൻ്റെ മറ്റേ ഇവിടെ കയറി ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്നെ
ശരിയായിട്ട് നടത്തിയില്ലെങ്കിൽ നിങ്ങളെൻ്റെ ഇതിന് വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ള ഭീഷണിയാണ്. ഈ ഓലിവിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ തോക്കെടുക്കും. കാരണം ഈ കയ്യിൽ തോക്കാണ്, ഈ കയ്യിൽ മറ്റേ റഷ്യൻ മറ്റേ റൈഫിളും ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഓലിവിൻ്റെ ബ്രാഞ്ചും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് ആ ഒരു ഊളി പണ്ട് പറഞ്ഞത്. ആ ഊളി കാരണമാണ് ആ പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യം ഇന്നത്തെ ഈ നിലയിൽ കിടക്കുന്നത്. അതെല്ലാവരും ഓർക്കണം. അല്ലാതെ അമേരിക്ക ഇടപെട്ടുകൊണ്ടോ ഇസ്രയേൽ ഇടപെട്ടുകൊണ്ടോ ഒന്നും പലസ്തീൻ അങ്ങനെ ആവില്ല. ഇവരൊക്കെ ഇടപെടുമ്പോഴും അവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഒരു നേതാവുണ്ടല്ലോ. അങ്ങനത്തെ ഒരു നേതാവായിരുന്നു യാസർ അറാഫത്ത്. അപ്പോൾ യാസർ അറാഫത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഓലിവിൻ്റെ ബ്രാഞ്ച് വീണ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ തോക്ക് വെടിവെക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓലിവിൻ്റെ ബ്രാഞ്ച് വീഴും, വെടിയും വെക്കും. ഇവനായിരിക്കില്ല വെടിവെക്കുന്നത്. പടപട എന്ന് അവിടെ നിന്നുള്ള വെടിവെപ്പാണ്. ഇവൻ കഴിഞ്ഞു. അതോടെ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു. ഇപ്പോൾ പാൽഗാമിൽ വന്നു, 27 ആൾക്കാരെ കൊന്നു. അത് ശരിക്കും ഉണ്ടായതാണോ, ഇത് ഇന്ത്യ തന്നെ ചെയ്തതാണോ എന്ന് പറഞ്ഞ് കോൺട്രവേഴ്സിയൊക്കെ ഇന്നും നിലവിലുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി പോലും പറയുന്നത് പുള്ളി സറണ്ടർ ചെയ്തു, മോഡി സറണ്ടർ, നരേന്ദർ സറണ്ടർ എന്ന് പറഞ്ഞ് പുള്ളി കളിയാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓപ്പോസിഷൻ ലീഡറാണ് പുള്ളി, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കളിയാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളെ തെറ്റു പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ പാൽഗാമിൽ 27 പേരെ കൊന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ പോയി കുറേ ആൾക്കാരെ കൊന്നു. അത് കഴിഞ്ഞ് അവന്മാർ അവിടെ നിന്ന് കുറേ അടി അടിച്ചു. ഇതിനൊരു അവസാനം ഇല്ല. അതാണ് ടെററിസം. അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഊളി വേടൻ. ഈ വേടൻ എന്ന് പറയുന്നവന് ഇവന് പാട്ട് എഴുതാനുള്ള കഴിവുണ്ട്, ഇവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ സമ്മതിച്ചു. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ പിള്ളേരുടെ പഠിത്തം, പിള്ളേർ വഴിതെറ്റി പോകുന്നത്, ഡ്രഗ്സ്, മറ്റേ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞ ഈ അഖിൽമാരാണെന്ന് തോന്നുന്നു, എന്തോ മലം പുരട്ടിക്കൊണ്ട് നമ്മുടെ ദേഹം മൊത്തം മലം എടുത്ത് പുരട്ടിക്കൊണ്ട് പോയിട്ട് ഒരു തൃശ്ശൂരിൽ നിന്നാൽ നിനക്ക് റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണിത്. നീ എത്രത്തോളം വൃത്തികേട് കാണിക്കുന്നോ അതിനാണ് റീച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത് യൂസ് ചെയ്യാണ് ഇതുപോലത്തെ ഊളന്മാർ. ഇതിനെ കണ്ടാണ് നമ്മുടെ വരും തലമുറ വഴി തെറ്റാൻ പോകുന്നത്. ഇവൻ്റെ പാട്ട് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എത്ര വലിയ സംഭവമാണ് ഇവനൊന്ന് ആലോചിക്കണേ. ഇവൻ എത്ര സപ്പോർട്ടുണ്ടെന്ന്. അല്ലാതെ ഇവൻ്റെ പാട്ട് കാലങ്ങളായിട്ട് കേട്ട് മലയാളി അടുത്ത തലമുറ വന്നിട്ട് ഒരു 20 കൊല്ലം, ഇപ്പോൾ ഇന്നത്തെ പിള്ളേരൊക്കെ അവൻ്റെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ എടാ ഇങ്ങനൊരു പാട്ടുണ്ടാ പണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ റെക്കമെൻഡ് ചെയ്യല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇവൻ വന്നിട്ട് ഇപ്പോൾ 5 വർഷം 8 വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡിൽ വന്നിട്ട്. അപ്പോഴേക്കും ഇവൻ്റെ പാട്ടിനെ റെക്കമെൻഡ് ചെയ്ത് ഇവനെ ഒരു ലെവലിലേക്ക് എത്തിക്കുകയാണ്. അതാണ് പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്. ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ എന്ത് തെറി വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. എന്താ പാടേത്? ഒരു നാണമാനമില്ലേ? ജയ് ശ്രീറാം എന്ന് പറയുന്ന വാക്ക് ഒരുത്തനെ കൊല്ലുന്നതിന് മുമ്പാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയണമെങ്കിൽ ഇവൻ ആരുടെ ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഒരു ഡയലോഗ് ഇവിടെ വെക്കാം, ഒരു സിനിമ ഡയലോഗാണ്, അത് നിങ്ങൾ കേൾക്ക്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊന്നും നല്ലതല്ല കേട്ടോ. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ